ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണുള്ളത്. വെക്കേഷനൊക്കെ ആണല്ലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. പാറു, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ അമ്പലത്തേക്കാണ് പോകുന്നത്. പാറു, കാശിക്കുട്ട വണ്ടി വരണ്ടേ? നമ്മൾ അമ്പലത്തേക്ക് പോവാണ്. നമ്മൾ ആവണങ്ങാട്ടേക്ക് പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആവണങ്ങാട്ട് പോണത്. എപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചാലും അപ്പോൾ ഒന്നും പോകാൻ പറ്റാറില്ല. നമ്മൾ അവിടെ നിന്ന് എല്ലാ ഫാമിലിയായിട്ടും പണിക്കാട്ടിൽ നിന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് പെട്ടെന്ന് ഇന്ന് അമ്മയ്ക്ക് ലീവാണ്. അപ്പോൾ ലീവായതുകൊണ്ട് നമ്മ പറഞ്ഞു നമുക്ക് പോവാം. നിതീഷേട്ടന് വരാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാനും ചാന്തും അമ്മയായിട്ടാണ് നമ്മൾ ആവണങ്ങാട്ട് പോണത്. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ബസ്സിൽ കയറാൻ പോകും. മാത്രമല്ല എൻ്റെ പിള്ളേർ ഇതുവരെ ലൈൻ ബസ്സിൽ കയറിയിട്ടില്ല. അപ്പോൾ 6 ബസ്സിൽ കയറിയിട്ടുണ്ട്. ലൈൻ ബസ്സിൽ കയറിയിട്ടില്ലല്ലോ. കാശിക്കുട്ടനും കയറിയിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. കാശിന് എടുത്ത് കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയുണ്ട്. നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൽ ഒരു 1-2 പ്രാവശ്യമൊക്കെ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാണ്ട് ലൈൻ ബസ്സിൽ നമ്മളിതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കയറാൻ പോണത്. അപ്പം അതേ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് വരെ നടക്കണം. ഇവിടെ അച്ഛനില്ല, അച്ഛൻ പണിക്ക് പോയിരിക്കുകയാണ്, ആരുമില്ല. അപ്പം ഞങ്ങൾ 3 പേരും അമ്പലത്തിലെ പണി. അപ്പം ഞങ്ങളിതേ ഗൈസ്, ഞങ്ങൾ നടന്ന് സ്റ്റോപ്പ് വരെ നടക്കണം. അത് നടക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ബസ്സിൽ കയറണം. അയ്യോ, എത്ര നേരം ഈ ഒരു ഉത്സാഹം കാണുമെന്ന് എനിക്ക് അറിയണം. ആ വളവ് വരെ ഉത്സാഹം കാണും. യെസ്, അപ്പൊ നമ്മൾ പോവാൻ. സമ്മതിക്കാണ്ടിരിക്കല്ലടാ, പറ്റില്ല. എനിക്ക് ആന്റി തന്നെ മതി. രക്ഷപ്പെട്ടു. ഭയങ്കര സ്നേഹ. പാറു, നമുക്ക് കുറേ നടക്കാനുണ്ട്. ഞാൻ പണ്ട് ബസ് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് അത്രയും ദൂരം നടക്കുമായിരുന്നു. പക്ഷെ ചാന്തൊക്കെ പറയും, ഈശ്വരാ ചേച്ചി എന്തോരം നടക്കണം, ചേച്ചി എന്തോരം ദൂരം ഉണ്ട് എന്നൊക്കെ ചാന്ത് പറയും. നമുക്ക് നടന്ന ശീലമാണ്. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് അധികം നടന്നിട്ടില്ല. അപ്പോൾ അതേ കാശിക്കുട്ടനും ഉണ്ടല്ലോ, ഞാൻ ചെരുപ്പ് എടുക്കാൻ മറന്നു. എനിക്ക് ഞങ്ങൾ എടുക്കുന്നു. അതെ, ഞങ്ങൾ എടുത്ത് മാറി. അമ്മ വേണേ കാശ് നടത്തിക്ക റോട്ടില്. ചെരുപ്പില്ല. അപ്പൊ ഞങ്ങള് തൃപ്പയാറെത്തിട്ട് ഇതാക്കണം. ഒന്നാമത്തെ എനിക്ക് അമ്പലത്തിൽ പോണേണ്ട. ഇതുവരെ ഞാൻ കാണാത്ത അമ്പലമാണ്, ആഗ്രഹിച്ച അമ്പലമാണ്. അവിടേക്ക് പോകുന്നൊരു എക്സൈറ്റ്മെന്റ്. രണ്ടാമത്തത് കൊച്ചിനടുത്ത് ബസ്സിൽ കയറേണ്ട വേറൊരു എക്സൈറ്റ്മെന്റ്. പിള്ളേരെ ബസ്സിലൊന്ന് കയറ്റിക്കേണ്ട ഒരു എക്സൈറ്റ്മെന്റ്. ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ഒരു പേടിയില്ലത്. അപ്പോൾ ഗൈസ്, ദേ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഞാനൊരു ആദ്യമേ തന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ലൈൻ ബസ്സിൽ കയറിയിട്ടില്ല എന്നൊക്കെ പറയണത് എൻ്റെ അഹങ്കാരമോ കാര്യങ്ങളൊന്നുമല്ല. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയം തൊട്ടിട്ടാണ് കയറാണ്ടിരുന്നിട്ടുള്ളത് കേട്ടോ. പ്രഗ്നൻ്റ് ആയിട്ട് പിന്നെ ഞാൻ 1-2 പ്രാവശ്യം കയറിയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ അതിനെന്നെ അനുവദിക്കാറില്ല. ഏട്ടന് ഭയങ്കര പേടിയാണ് കുട്ടികളെടുത്തിട്ട് ഞാൻ ബസ്സിൽ കയറുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ എന്താ പറയുക, കാറിലും അല്ലെങ്കിൽ 2 വീലറിൽ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ കാറൊക്കെ കയറി തുടങ്ങിയത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. ഇപ്പോഴും ലൈൻ ബസ്സിന് പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളതൊരു പൊങ്ങച്ചായിട്ട് കരുതരുതെന്ന് വെച്ചിട്ടാണ് അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. ചിലർക്ക് അത് അങ്ങനെയായിട്ട് തോന്നിയേക്കാം. പിന്നെ ഈ കാണുന്നത് ഫുള്ള് ഞാവൽപ്പഴമാണ്. എന്താ പറയുക, ഞാൻ ഇത്ര നാളോടെ ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഈ മരം ഇപ്പോൾ നന്നായിട്ട് ഞാവലിൽ പൂത്ത് കായ്ച്ച് പ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും ഇവിടെ ഇങ്ങനെയാണ്. കുറേ ആൾക്കാർ വന്നത് പറക്കിക്കൊണ്ട് പോകാറുണ്ട്. ഒരുപാട് പേർക്ക് ഞാവൽപ്പഴം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കൗതുകമാണല്ലോ. കണ്ടോ, നമ്മൾ രാവിലെ തന്നെ പോകുന്നതുകൊണ്ടാണ് ഒരുപാട് നശിക്കാത്തതൊക്കെ ഉണ്ട്. നമുക്കറിയുന്ന ചേച്ചിയുടെ വീടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്കിത് വേണം എന്നുള്ളത്. നിങ്ങൾക്ക് കാണാണ്ടാണ്, ക്യാമറയിൽ കാണാണ്ടാണ്, എനിക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയതും? ഓക്കെ. അപ്പോൾ ലൈൻ ബസ്സിൽ എനിക്കിപ്പോൾ എപ്പോൾ ലൈൻ ബസ്സിൽ പോകണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ ഏട്ടനോട് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ അച്ഛനും നിഖിലും കുട്ടച്ഛനും ഉണ്ടല്ലോ. എവിടേക്കെങ്കിലും പോകണമെങ്കിൽ നമുക്ക് കാറില്ലെങ്കിൽ പോലും 2 വീലറിന് അവരവിടെ എത്തിക്കും. അങ്ങനെയാണ്. വീട്ടിൽ ആണുങ്ങളുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വരാം. ലൈൻ ബസ്സിൽ കയറേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. പക്ഷേ എനിക്കിഷ്ടമാണ്. എനിക്ക് അങ്ങനെയൊക്കെ റിസ്ക് എടുത്ത എക്സ്പീരിയൻസ് അതൊക്കെ എനിക്കിഷ്ടമാണ്. ഇപ്പം നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ തന്നെ കുഞ്ഞുമക്കളെയും കൊണ്ട് ബസ് സ്റ്റോപ്പിൽ അമ്മമാർ കയറാൻ നിൽക്കണ ഞാൻ പറയുന്നത് കയറുന്നുണ്ടില്ല കേട്ടോ. അതുപോലെ കയറാവുന്നുള്ള എല്ലാവരും അങ്ങനെ ഒരുപോലെയൊക്കെ തന്നെയല്ലേ. എല്ലാ അമ്മമാരും കയറുമ്പോൾ അമ്മമാർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നമ്മൾ വീണാലും നമ്മൾ നമ്മുടെ മക്കളെ വീഴ്ത്തൂല.
അപ്പം നമ്മൾ വലിയ ആൾക്കാരായിട്ടൊന്നുമല്ല. ഏട്ടനൊട്ടും സമ്മതിക്കില്ല. ഇത് ഞാൻ കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ബസ്സിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഏട്ടനോട് സമ്മതിച്ചത് കേട്ടോ. കുട്ടീൻ്റെ അടുത്ത് എങ്ങനെ ഞാൻ ബസ്സിൽ കയറും അങ്ങനെയൊക്കെ ഒരു വേണ്ടാത്ത കുറേ വേലാതികൾ നമ്മുടെ നിതീഷ് ചേട്ടനുണ്ട്. നിതീഷ് ചേട്ടൻ്റെ ഒരു മെൻ്റൽ കപ്പാസിറ്റിനെ വെച്ചിട്ട് എനിക്കാണ് കൂടുതൽ. പക്ഷേ അതെൻ്റെയും പ്രാങ്ങളെയും കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ബസ് വന്നു. എനിക്ക് കയറാൻ ഭയങ്കര ഹറിവറി ആയിരുന്നു കേട്ടോ ഞാൻ. പക്ഷേ കാശിക്കുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാശിമോൻ ഇങ്ങനെ ഫുള്ളിങ്ങനെ നല്ലോണം കാറ്റൊക്കെ അടിക്കുമല്ലോ. അപ്പോൾ ഇവനിങ്ങനെ ആൾക്കാരെ നോക്കണത്, പുറത്തേക്ക് നോക്കണേക്കാൾ കൂടുതൽ കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കല്ലേ, അതാണ് നോക്കുന്നത്. എനിക്കും ഭയങ്കര സന്തോഷമായി. ലൈൻ ബസ്സിൽ പോണൊരു എക്സ്പീരിയൻസ് വേറെയാണ്. ഞാൻ MCOM വരെ ലൈൻ ബസ്സിനായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതേ അമ്മയ്ക്കും ചാന്തുവിനും പാറുവിനും സീറ്റ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അമ്മ പാറുവിനെ ഇങ്ങനെ പിടിച്ചമർത്തി നിൽക്കുകയാണ്. ബ്രേക്ക് ഇടുന്ന സമയത്ത് പോയിട്ട് ഇങ്ങനെ അടിക്കാണ്ടിരിക്കുക. പക്ഷേ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ആ സൈഡിൽ നിൽക്കുമ്പോൾ എപ്പോഴും ഒരു ഇടി കിട്ടാറുണ്ട്. വയറുമ്മയ്ക്ക് കമ്പി ഉണ്ടല്ലോ, കമ്പീൻ്റെ അവിടെ ഒരു ഇടി കിട്ടാറുണ്ട്. അതങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ തീർന്ന്. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ കേട്ടോ. ബസ് ഇറങ്ങണേക്കെ 2 സ്റ്റോപ്പ് മുമ്പേ തൊട്ട് സ്റ്റോപ്പ് എത്തുമ്പോൾ എണീറ്റ് ഞാൻ ഫ്രണ്ട് സീറ്റിൽ വന്നിരുന്നു. കാരണം എനിക്ക് പേടിയാണ് കാശിക്കുട്ടനെയും കൊണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവനൊരു ഗുസ്തിക്കാരനായതുകൊണ്ടാണ് കേട്ടോ ഏറ്റവും പ്രശ്നം. കുറേ കടിച്ച് പിടിച്ചിട്ടൊക്കെയാണ് ഇറക്കിയിരുന്നത് കേട്ടോ. ഇത് എന്താ പറയുക, ഇനി ശീലമായിക്കോളും. ഇനി അവിടെ നിന്ന് വേറെ ബസ് പിടിച്ച് കയറാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുട്ടികളെയും പിടിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ കുറേ പേരിങ്ങനെ എണീറ്റ് തരും. പക്ഷേ ഒരുപാട് പേരങ്ങനെ എണീറ്റ് തരാത്ത സ്ത്രീകളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു പുരുഷന്മാരാണ് കൂടുതലും നമുക്ക് എണീറ്റ് തരാം. ഞാൻ MCOMലൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ എന്തായാലും എണീറ്റ് കൊടുക്കും. അതല്ലാതെ കുറേ ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ചേട്ടന്മാരാണ് എണീറ്റ് കൊടുക്കുക ബാക്കിൽ. അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ കണ്ടക്ടറൊക്കെ പറയും, നിങ്ങൾ പെണ്ണുങ്ങളെ സീറ്റിൻ്റെ അവിടേക്ക് ഒന്നും കാര്യമില്ല മക്കളെ, നിങ്ങൾ ബാക്കിൽ കൂടെ കയറുക, അപ്പോൾ ആണുങ്ങൾ നിങ്ങൾക്ക് എണീറ്റ് തരും. അതൊക്കെ എനിക്ക് നല്ലൊരു ഓർമ്മ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ എല്ലാവരുടെ കാര്യമില്ല പറയണത് കേട്ടോ. പക്ഷേ കുറച്ച് പേരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും ലൈൻ ബസ്സിലിരിക്കുകയാണ്. പാറുവിൻ്റെ 8 ട്രിപ്പ് പോണ പോലെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആവണങ്ങാട്ട് പോകുന്നതിനേക്കാൾ മുമ്പായിട്ട് നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, ഈ ഒരു ക്ഷേത്രം നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് ഫുൾ ഇങ്ങനെ ഗോൾഡ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ നമുക്ക് വീഡിയോ നമുക്ക് അലൗഡ് ആണ്. ഉള്ളിലൊക്കെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എനിക്ക് അവിടെ അലൗഡ് അല്ല. അപ്പോൾ ഞാനൊരു കയ്യിൽ കാശിൻ്റെ വീഡിയോയാണ്. ഫോണും ക്രാവിനെയും പിടിച്ച് ഹാൻഡിൽ ചെയ്യാൻ അങ്ങനത്തെ ഒരു അവസ്ഥ വരാറില്ല. അല്ലെങ്കിൽ ഞാൻ ഫോണെടുത്ത് കുറേ ഹറിബറി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുണ്ട് ഈ 2 സ്ഥലമാണ്. പിന്നെ ആവണങ്ങാട്ട് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് പ്രശസ്തമായൊരു ടെമ്പിൾ കൂടിയാണ്. പ്ലസ് ഞാൻ ഒരുപാട് നാളായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ വീട്ടിൽ നിന്നായാലും പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയാലേ ഞാൻ ഭയങ്കര 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 ഹാപ്പിയാണ് ഗൈസ്. ഇത് അങ്ങോട്ടുള്ള വഴി മാത്രമാണ്. നല്ല രസമുണ്ട്. ഇത് ഇവിടുത്തെ സംബന്ധിച്ചിട്ടുള്ള അമ്പലമാണോ? അറിഞ്ഞൂടാ. അങ്ങനെ നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്ന് ആവണങ്ങൾ കണ്ടിട്ട് പോവാം. അപ്പോൾ ഇതാണ് ആവണങ്ങാട്ട് വിഷ്ണുമായ ക്ഷേത്രം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോൺ അലൗഡ് അല്ല കേട്ടോ. നമ്മൾ ചെരുപ്പും ഫോണൊക്കെ ഊരി വെച്ചിട്ടാണ് അങ്ങോട്ട് ഉള്ളിലേക്കാണ് പോണത്. അപ്പോൾ ഒരു ചെറിയൊരു സ്ഥാനം ഉള്ളൂ അവിടെ പോയി നമ്മൾ പ്രാർത്ഥിക്കുക, പിന്നെ വഴിപാടുകൾ ചെയ്യുക. അങ്ങനെയാണ്. അമ്മയെ അവിടുന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഇറങ്ങി. സത്യം പറയാലോ ഗൈസ്, ഭയങ്കര എനിക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ നടന്നൊക്കെ പോകണം. അങ്ങനെ പറയുന്നത് സത്യമാണ്. അതായത് വെറുതെ ഇങ്ങനെ വണ്ടിയിൽ കയറി പോയിട്ട് കാര്യമില്ല. ഇനി ഇത് കഴിഞ്ഞ് നടന്ന് ബസ് കയറി വെയിലാണ് അൺസൈക്കബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഞങ്ങളപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ കാശിക്കുട്ടൻ മഹാവികൃതി എന്ന് വെച്ചാൽ മഹാവികൃതിയായിരുന്നു. അവൻ ഒരിക്കലും ഒട്ടും നിൽക്കണുണ്ടായിരുന്നില്ല. വെറുതെ അവണങ്ങാട്ട് പോയി തൊഴുതു. ഭയങ്കര സന്തോഷം. ഞാനിങ്ങനെ ഒന്നല്ല വിചാരിച്ചത്, ഞാൻ വേറെ ടൈപ്പാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നല്ലോണം തിരക്കുണ്ട്. ഇവിടെ നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാനുള്ള നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കാശിയാണ് ഗൈസ് പ്രശ്നം. അവൻ ഒരിക്കലും അടങ്ങിയിരിക്കില്ല.
അപ്പോൾ നമ്മൾ അവിടെ ബസ് സ്റ്റോപ്പിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് ജീരക സോഡ കുടിക്കാനിരുന്നു ഗൈസ്. എൻ്റെ അമ്മയെ എന്താ പറയുക, ശരിക്കും തളർന്ന പോലെയായിട്ട് എനിക്ക് ചൂട് അത്രയ്ക്കും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ഇച്ചിരി റോഡ് പണിക്കാരൊക്കെ ഇത്രയും ചൂടത്ത് നിന്നിട്ട് പണിയെടുക്കണം. വേറെ ആരെയും പറയണ്ട, ഇപ്പം നമ്മുടെ നിതീഷ് ചേട്ടനാണെങ്കിൽ നിതീഷ് ചേട്ടൻ ഹൈഡ്രോളിക് മെക്കാനിക്കാണ്, അതായത് JCB മെക്കാനിക്കാണ്. പൊരി വെയിലത്ത് നിന്നിട്ടുള്ള മെക്കാനിക്ക് പണിയാണ് അവർക്കുള്ളത് കേട്ടോ. എനിക്കപ്പോൾ തോന്നി സമ്മതിച്ച് കൊടുക്കണം എന്നുള്ളത്. നമുക്കിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ അടഞ്ഞിരുന്നിട്ട് നമുക്കിത് അറിയില്ല ആ ഒരു ബുദ്ധിമുട്ടൊക്കെ. ഇതാണ് നമ്മുടെ തൃപ്പയാർ ശ്രീരാമ ടെമ്പിൾ പോണ വഴിക്ക് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ചെരുപ്പ് കടയിൽ കയറിയിട്ടോ കാശിക്കൂട്ടനെ ചെരുപ്പ് മേടിക്കുക. നമ്മുടെ പണിക്കാട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ അമ്മ, എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും ഓർമ്മയും വെളിവുണ്ടാവില്ല പിള്ളേർ ഷൂ എടുത്ത് വെക്കണം. അപ്പോൾ കാറിൽ വന്നാൽ കാറിൽ ഊരിടും, കാറിൽ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിൽ എടുത്ത് വെക്കില്ല. അപ്പോൾ അവർക്ക് എവിടേക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെരുപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ചെരുപ്പാണ്, ഇതേ മോഡൽ ചെരുപ്പാണ് നമ്മൾ നോക്കിയത് കേട്ടോ. അപ്പം അവൻ്റെ സൈസിനൊന്നും പാകമാവാത്തത് കിട്ടണ്ടേ. അപ്പോൾ വൈറ്റാണ്, ഇത്തിരി പ്രശ്നമാണ്, എന്നാൽ പോലും നമ്മളത് എടുത്തു. ഇച്ചിരി വലുതാണ് കേട്ടോ. ഇപ്പം പെട്ടെന്ന് പിള്ളേരുടെ കാലൊക്കെ വലുതാവുക. ഇതിട്ടിട്ട് ഒരു 3 months കഴിയുമ്പോഴത്തേനും അത് സെറ്റാവും. അപ്പോൾ നമ്മൾ ഇതന്നെ ഇത്തിരി വലുതായാലും കുഴപ്പമില്ല, ഇതന്നെ എടുത്തു. നമ്മളിനി മാളിക്കാണ് പോണത്. അപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മാളിയിൽ പോയിട്ട് ഫുഡ് കോർട്ടിൽ പോയിട്ട് ബർഗർ കഴിക്കണം. അമ്മയ്ക്ക് ചീസ് ബർഗർ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് മേടിച്ച് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചത്. ഞാൻ ഇപ്പോൾ ചാന്ത് വന്നതിന് ശേഷമാണ് ഞാനും അമ്മയും മാത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ വൈമാളിക്കൊക്കെ വരുന്നത്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഞ്ജു ഇപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് എന്താ പറയുക, അവൾക്കായാലൊന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങണ്ടേ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ടിങ്. പക്ഷെ നിതീഷ് ചേട്ടനായിട്ട് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മടിയായതുകൊണ്ടല്ല, പേടിയായതുകൊണ്ട് ലിഫ്റ്റ് നമ്മൾ കയറും. എനിക്ക് കാശിനെ വെച്ച് കാണാൻ പേടിയില്ല. ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അമ്മയ്ക്ക് എന്നിട്ട് ബർഗറോ മതി. അങ്ങനെ ഗൈസ് നമ്മൾ പടക്കം പൊട്ടിക്കുന്ന പോലെ 1000 രൂപ പൊട്ടിച്ചിട്ട് നമ്മൾ 3 ബർഗറും നമ്മുടെ ലോഡഡ് ഫ്രൈസും പിന്നെ എന്താ പറയുക ജ്യൂസ് മേടിച്ചു. ജ്യൂസ് മിൻറ്റ് ലൈം ജ്യൂസ് അങ്ങോട്ടാണ് മേടിച്ചത്. ഈ ലോഡഡ് ഫ്രൈസ് നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ചിക്കനും ഫ്രൈസും ഒക്കെ വെച്ചിട്ട് അടിപൊളിയാണ്. പിന്നെ ബർഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഡഡ് ചീസാണ് കേട്ടോ. അതായത് ഭയങ്കര നല്ലോണം ചീസായിരിക്കും, ഭയങ്കര ജ്യൂസി ആയിരിക്കും, പക്ഷേ പെട്ടെന്ന് മട്ടിക്കും. അതെല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ എനിക്കും അമ്മയ്ക്കും ചാതോരും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സാധനം മേടിക്കില്ല, കാരണം അത് പെട്ടെന്ന് മട്ടിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റണില്ല. ഫ്രൈസൊക്കെ ലോഡഡ് ഫ്രൈസ് മേടിച്ചത് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാറുട്ടിന് ഒരെണ്ണം തന്നെ വേണമെന്ന് പറഞ്ഞ് ഒരെണ്ണം മേടിച്ചു, അവളത് കഴിച്ചിട്ട്. പക്ഷേ ജ്യൂസ് നല്ല രസമുണ്ടായിരുന്നു, മിൻറ്റിൻ്റെ നല്ല രസമുണ്ടായിരുന്നു ലൈം ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്. രസം മീൻസ് ഇത് ഒന്നാമത് നമ്മുടെ ചൂടിൻ്റെ ഒരു ആശ്വാസം, പിന്നെ ഇത്ര ഹെവി ആയിട്ടൊരു മട്ടിക്കുന്ന സാധനം കഴിച്ചിട്ട് പിന്നെ അത് കുടിക്കുമ്പോൾ വേറൊരു ആശ്വാസം കേട്ടോ. ഇതിങ്ങനെ കടിക്കാനും ചീസൊക്കെ ഇങ്ങനെ പുറത്തേക്ക് അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പം അതിൻ്റെ ഒരു മട്ടിക്കലുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പാറക്കുട്ടൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു ഈശ്വരന്മാർ 170 രൂപയാണ് കേട്ടോ ഒരു ബർഗറിന് വരുന്നത്, കളയാൻ പാടില്ല അഞ്ചു, ഒക്കെ നമുക്ക് പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അമ്മ ഒക്കെ പൊതിഞ്ഞ്. ഇപ്പം എൻ്റേതുണ്ടായിരുന്നു ബാക്കി, പിന്നെ പാറുവിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അത് മൊത്തം. പിന്നെ നമ്മുടെ ഫ്രൈസിൻ്റെ ബാക്കിയും കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അവിടുത്തെ സ്റ്റുഡിയോയിലൊന്ന് കയറി. ഒരു ഫ്രൈഡേ ആണ് കേട്ടോ നമ്മൾ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിൽ നമുക്ക് അവിടെ സ്റ്റോക്ക് വരുന്ന ദിവസം ഫ്രൈഡേ ആണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി. അവിടെ നിന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും മേടിച്ചില്ല. എനിക്ക് ഓഫറിൽ കിടക്കുന്ന ടീഷർട്ട് 1-2 ഇഷ്ടമായിരുന്നു, അപ്പോൾ അത് മേടിച്ചു. കാശിക്കുട്ടൻ വെരി ഹൊറിബിളാണ് ഗൈസ്, കാരണം അവന്
ഒട്ടും വാശി പിടിക്കുന്ന കുട്ടിയില്ല, ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ കരഞ്ഞ് അങ്ങനെ വാശി പിടിക്കില്ല. പക്ഷെ അവന് ഭയങ്കര കുറുമ്പാണ്. കുറുമ്പെന്ന് വെച്ചാൽ അവനൊരു സ്ഥലത്ത് നിൽക്കത്തില്ല, അവനിങ്ങനെ ഓടി. എൻ്റെ പാറുമോൾക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പോഴും അവൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അവൾ അവിടെ എൻ്റെ ചുറ്റുവട്ടത്തൊന്നും പോവില്ല. പക്ഷെ ഇവൻ പോണ പോകില്ല, അങ്ങോട്ട് പോവും. അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം. അപ്പോൾ ഞാൻ വലിച്ചഴച്ചിട്ടാണ് ഇവനെ കൊണ്ടുപോകണത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുറത്തിറങ്ങി വേറെ നമുക്കൊരു പാർക്കിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോകണം. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മടുത്ത് കേസ്. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് നല്ലൊരു ഉറങ്ങണം അങ്ങനെയായിരുന്നു. അതായത് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. എനിക്ക് ഒരുപാട് നേരം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ശരിക്കും പറഞ്ഞാൽ കാശി പിന്നെ എൻ്റെ കൈ വിട്ട് പോയി. പിന്നെ അവനങ്ങോട്ട് പറക്കായിരുന്നു മാളിൽ. അമ്മേ ഇനി ലാസ്റ്റ് എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടേ എനിക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു ദീർഘനിശ്വാസം വിടാൻ തോന്നുന്നു. ഇനി നമ്മൾ പോണത് നമ്മുടെ പാർക്കലിന് പോകാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് മേടിക്കാനാണ്. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നു, മക്കളെ നമുക്ക് ഇവിടെ നിന്ന് ബസ് കയറി ഇടമുട്ടത്തിറങ്ങി കുറച്ച് നാളികേരം കുറച്ച് മേടിക്കണേ. ഞാൻ അമ്മനെ ഓടിച്ചു. ഞാൻ പറഞ്ഞിരിക്കും വയ്യമ്മേ. നമ്മൾ ചിലപ്പോൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഇത്രയും ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. ഇതിപ്പോൾ നമ്മൾ കൊച്ചിനെയും പിടിച്ചിരിക്കല്ലേ, ഒപ്പം ഭയങ്കര കുസൃതിക്കാരനായ കൊച്ചും അവൻ്റെ പിന്നാലെ ഓടി നമ്മൾ വശം കേടല്ലേ. അതുകൊണ്ടായിരിക്കണം ഇത്രയും ക്ഷീണമൊക്കെ തോന്നിയത് കേട്ടോ. ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയി ഇങ്ങനെ നടക്കാമല്ലോ, കയ്യിലൊരു ജ്യൂസും പിടിച്ച് അങ്ങനെയൊക്കെ നടക്കാം. അതായത് നമുക്ക് വരുന്ന ക്ഷീണത്തെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മളെന്തെങ്കിലും ഷോപ്പീസാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനൊരു ബുദ്ധൻ എൻ്റെ റൂമിലുണ്ട്, അതുപോലത്തെ ഒരു ബുദ്ധൻ. ആ ഒരു ബുദ്ധൻ നോക്കി, പിന്നെ അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി അമ്മയുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമ്മൾ മേടിക്കാമെന്ന് വെച്ചിട്ട് 1000 സംതിങ് അങ്ങാണ്ടായിരുന്നു ഈ ഒരു ബുദ്ധന്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബുദ്ധൻ്റെ തൊട്ടടിയിൽ വേറൊരു ബുദ്ധൻ ഇരിക്കുന്നുണ്ടോ, ആ ബുദ്ധനെ ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ അത് മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളിനി ഒന്നില്ലെങ്കിൽ വീട് വയ്ക്കുന്ന സമയത്ത്, വീടല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീട് മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ഒക്കെ നമുക്ക് ഈ ഷോപ്പീസുകളൊക്കെ വെക്കാം. അങ്ങനെ കുറേ ഐഡിയാസൊക്കെ എനിക്കുണ്ട് കേട്ടോ. പുതിയ വീട് വയ്ക്കുന്ന സമയത്തല്ല, നമുക്ക് ഈ വീട് തന്നെ, ഈ വീട്ടിൽ നിന്ന് വേറൊരു മാറ്റം നമുക്കില്ല. ഈ വീടിനെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നൊരു സ്റ്റേജിൽ നമുക്ക് ഈ സാധനമൊക്കെ, ഈ ഷോപ്പീസൊക്കെ വെക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് അതൊക്കെ മേടിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ കാശിക്കുട്ടൻ കുറേ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് നടക്കുമായിരുന്നു കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു, മക്കളെ നമുക്ക് ഓട്ടോറിക്ഷയിൽ പോവാം, അതാ നല്ലത്, അമ്മയ്ക്കും വയ്യ ഈ സാധനങ്ങൾ തൂക്കി പിടിച്ച് ബസ്സിൽ കയറാമെന്ന്. അപ്പം ഞങ്ങൾ 3 പേരും മരവിച്ചു. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ക്ഷീണമില്ല കേട്ടോ. കാരണം എൻ്റെ അമ്മ മണപ്പുറത്താണ് വർക്ക് ചെയ്യണത്. അവിടെ മാർക്കറ്റിങ്ങിന് വേണ്ടി അമ്മയ്ക്ക് ഇറങ്ങണം. അപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും അമ്മയ്ക്ക് ഇങ്ങനെ ഉച്ച സമയത്തൊക്കെ അമ്മ പുറത്ത് ഇങ്ങനെ നടപ്പന്നെയായിരിക്കും. അതുകൊണ്ട് അമ്മയ്ക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയറായിട്ടും ഈ ഒരു വെയിൽ ചൂടൊക്കെ ആയിട്ട് അമ്മ സെറ്റാണ്. അമ്മയ്ക്ക് ക്ഷീണമൊന്നുമില്ല. എനിക്കാണ് തളർവാദം പിടിച്ചത്. എനിക്ക് വയ്യ, എനിക്ക് ക്ഷീണമാണ് ഗൈസ്, ഒട്ടും വയ്യ എനിക്ക്. അപ്പോൾ കാശിക്കുട്ടനും നല്ലൊരു ഉറക്കത്തിൻ്റെ സ്റ്റേജ്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈശ്വരാ വീട്ടിലെത്തിയിട്ട് ഉറങ്ങിയാൽ മതി, അപ്പം എനിക്കും കിടന്നുറങ്ങാലോ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. നേരെ വരിക. അപ്പൊ അതിനകത്ത് റൂം സെറ്റ് ചെയ്തു, തുറന്നു, ബെഡ് ഇട്ടു, AC ഇട്ടു. ഇനി ഒന്നൊക്കെ എടുക്കണം. ഇപ്പത്തേക്ക് ആശയം ഇപ്പൊ എണീക്കും, വേറെ കാര്യം.
അപ്പോൾ നമ്മുടെ പോക്കിൻ്റെ കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസും ഞാനൊന്ന് കിടന്നു ഉറങ്ങി എഡിറ്റ് ചെയ്തതിന് ശേഷം ബാക്കി പറയാം. ഇപ്പോൾ കാശ് എന്തായാലും ഉറങ്ങാണ്. പക്ഷെ അത് ഈ കുരുപ്പ് ഉറങ്ങിയിട്ടില്ല. അതിങ്ങനെ ചെവിട്ടിൽ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും. വിളിക്കും, ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും ചെവിയിൽ ഇരുന്നിട്ട്. പക്ഷെ ഞാനൊന്ന് കിടക്കട്ടെ. കിടന്ന് എണീറ്റ് കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. അയ്യോ, ഐസും വെള്ളം. ഓക്കെ ഗൈസ്, ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ ഉറക്കം കഴിഞ്ഞ് നമ്മൾ ഉറക്കം കഴിഞ്ഞ് എനിക്കിന്ന് ശരി ബുബു ഉറക്കം കഴിഞ്ഞ് എണീറ്റെന്ന് പറയാനില്ല. കാരണം ഞാൻ കിടന്ന പാടെ കാശി എണീറ്റിട്ട് പിന്നെ ഉണ്ടാക്കിക്കോ. അയ്യോ, ഉറങ്ങിയില്ല ഞാൻ. ഉറക്കാൻ സമ്മതിച്ചില്ല. രണ്ടും തല്ല് എല്ലാം കഴിഞ്ഞപ്പോൾ പാറ് ഇപ്പോൾ കിടന്നുറങ്ങി. ഞങ്ങൾ എണീറ്റപ്പോൾ പാറ് കിടന്നുറങ്ങി. രണ്ടുപേരും എന്നെ ഉറക്കാൻ സമ്മതിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് അമ്മയ്ക്ക് ദുഃഖവെള്ളി ആയതുകൊണ്ട് അമ്മയ്ക്ക് ഇത് എന്നാ പോസ്റ്റ് ആക്കാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് അമ്മ ലീവായിരുന്നു. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു നമുക്ക് അമ്പലത്തിൽ പോവാന്നുള്ളത്. അപ്പോൾ അയ്യോ, ഇത് ചൂടായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വിചാരിക്കും ഈ റോട്ടിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ സമ്മതിക്കണം. ഇത്രയും ശക്തമായ ചൂട്ടത്ത് ഗ്ലാസ്സിന് തലൊക്കെ കറങ്ങണം. അപ്പോൾ റോട്ടിൽ കൂടെ നടക്കുന്ന സമയത്ത് ഓട്ടോയിൽ വരാനുള്ള കാരണം അതായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസം എന്താ ഇത് മിച്ചറാണോ? ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു. എൻ്റെ പിള്ളേരെ ലൈൻ ബസ്സിൽ കയറ്റി. ഞാനീ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു ആരാടത് അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു ബസ് യാത്ര അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരടിച്ച് പൊളിച്ചൊരു ദിവസമായിരുന്നു. നൈസായിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, ഇങ്ങനെയുള്ള യാത്രകളും നമുക്ക് അടിപൊളി എക്സ്പീരിയൻസ് അല്ല, കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയായിരിക്കും. നമ്മുടെ പിള്ളേർ വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് ലൈൻ ബസ്സിനായാലും നമ്മുടെ ഓട്ടോറിക്ഷയ്ക്ക് അങ്ങനെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ 3 പേരുള്ളതുകൊണ്ടാണ് നമ്മുടെ ആണുങ്ങൾ ഇങ്ങനെ ചിറകിൻ്റെ ഇടയിൽ കൊണ്ടു നടക്കൂലേ, അതുപോലെയാണ് ഇപ്പം എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ കൊണ്ടു നടക്കണേ. എല്ലാവരും ഭർത്താക്കന്മാരും അങ്ങനെ ആയിരിക്കില്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.